കഴിഞ്ഞ 10 വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്ലെ അവസാന ഘട്ടത്തിൽ അല്ലെ 10 വർഷം കഴിഞ്ഞിട്ടല്ലേ ഭരണം കഴിയുമ്പോൾ ഫീഡ്ബാക്ക് എടുക്കാൻ 20 കോടി എടുത്ത് ചെലവാക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാനുള്ള പരിപാടി തരൂ എന്നുള്ളത് തന്നെയാണ്. അല്ലെ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കാൻ 20 കോടി ഖജനാവിൽ ഖജനാവിൽ നിന്നെടുത്ത് ഫീഡ്ബാക്ക് എടുക്കണ്ട. ജനക്ഷേമ പദ്ധതി എങ്ങനെ പ്ലാൻ ചെയ്യുക, ആസൂത്രണം എങ്ങനെ നടക്കുക? നിങ്ങൾക്ക് ഇനി ആസൂത്രണം നടത്തിയത് എത്ര മാസം ഉണ്ട്? നിങ്ങൾ ആസൂത്രണം നടത്തി എന്ത് കുന്നാ ചെയ്യാൻ പോകുന്നത്? 2 മാസം നിങ്ങൾ അടുത്ത 5 വർഷത്തേക്കുള്ള ആസൂത്രണം നടത്തേണ്ട കാര്യമില്ല. സർക്കാർ വരും പോകും, പാർട്ടി അധികാരത്തിൽ വരും, പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താവും. പക്ഷേ അവിടെ ജനങ്ങളും ജനാധിപത്യവും സർക്കാരും സംവിധാനങ്ങളും ഉണ്ടാവും. നല്ല മറുപടി. അങ്ങനെയാണ് തീരുമാനം. കേരളത്തെ പഠിക്കുന്നത് നിങ്ങളുടെ തീരുമാനം കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? ഇനി 4ാമത്തെ ചോദ്യം കൂടി പറയാം. ഇപ്പോൾ നടന്നു വരുന്ന ക്ഷേമ പദ്ധതികൾ എങ്ങനെ മെച്ചപ്പെടുത്താം? ഇത് ജനങ്ങളുടെ അടുത്തുനിന്നൊരു സർവേ ഫീഡ്ബാക്ക് എടുക്കുന്നത് കൊണ്ട് എന്താണ് രാഷ്ട്രീയമായി തെറ്റ്? അത് പറയൂ. സാങ്കേതികമായി ഞാൻ താങ്കൾ പറഞ്ഞതോട് ഈ 4 പോയിന്റുകളോട് ഞാൻ യോജിക്കുന്നു. പാർട്ടി ഫണ്ട് എടുത്ത് നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഇറങ്ങാൻ പോകുന്ന കാവൽ സർക്കാരിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? എങ്ങനെ ചെയ്യാൻ പറ്റും? 20 കോടി എടുത്തിട്ട് ഈ കാര്യങ്ങൾ അടുത്ത 5 കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു